പതിവിന് വിപരീതമായി ഇന്നിവിടെ ഒരു കൊച്ചു കഥയാണ് പറയാൻ പോകുന്നത്. ഞാൻ തന്നെ എഴുതിയിട്ടുള്ള പുഞ്ചിരിദേശം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിയിലെ സ്വർഗം എന്നു തന്നെ പറയാവുന്ന ഒരു ദേശം ഉണ്ടായിരുന്നു, പുഞ്ചിരിദേശം. സമ്പൽ സമൃദ്ധിയോടെ എല്ലാ ജനങ്ങളും സന്തോഷത്തോടെ ജീവിക്കുന്ന ദേശം. എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു നിൽക്കുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരാണത്രേ ഇവർ. അങ്ങനെ ഒരിക്കൽ ചെകുത്താൻ പുഞ്ചിരിദേശത്തെ എത്താനിടയായി. സന്തോഷത്തോടെ ജീവിക്കുന്ന ജനങ്ങളെ കണ്ട് ചെകുത്താന് അസൂയയായി. എതിരെ വരുന്ന ഒരാളെ ഒന്ന് തട്ടിത്തെറിപ്പിച്ചു നോക്കി. അയാൾ ദേഷ്യപ്പെടാതെ പുഞ്ചിരിച്ച് സാരമില്ല എന്ന് പറഞ്ഞ് നടന്നുപോയി. ഇങ്ങനൊരു ദേശം ഇതുവരെ എൻ്റെ കണ്ണിൽ പെടാതെ പോയല്ലോ. ചെകുത്താൻ ദുഃഖിച്ചു. എന്തെങ്കിലും ചെയ്ത് ഇവരെ തമ്മിലടിപ്പിക്കണം. തമ്മിൽ തല്ലുന്ന ജനങ്ങളെ കാണാൻ നല്ല ഹരമായിരിക്കും. ചെകുത്താൻ്റെ മനസ്സിൽ കുളിര് പടർന്നു. പെട്ടെന്ന് ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ചെകുത്താനെ, നിന്റെ ദുഷ്പ്രവൃത്തി ഇവിടെ വേണ്ട. എന്നെ ഭജിച്ച് ജീവിക്കുന്ന എൻ്റെ ജനങ്ങളാണ്. വേഗം ഇവിടെ നിന്നും പോവൂ. ചെകുത്താൻ പൊട്ടിച്ചിരിച്ചു. ഞാൻ പോവില്ല ഈശ്വര. ഇവിടെ ഞാൻ എൻ്റെ ആളുകളാക്കും. ഈ ദേശം ചെകുത്താൻ്റെ നാടാക്കും. ദൈവത്തിൻ്റെ ആജ്ഞ ചെകുത്താൻ ചെവികൊണ്ടില്ല. ചെകുത്താൻ ജനങ്ങൾക്കിടയിൽ സംശയത്തിൻ്റെ വിത്ത് പാകി. അതോടെ ജനങ്ങൾ അന്യോന്യം സംശയിച്ചു. ഓരോരുത്തരുടെയും പ്രവൃത്തികൾ സംശയത്തോടെ വീക്ഷിച്ചു. തമ്മിൽ തർക്കങ്ങളുണ്ടായി. തർക്കങ്ങൾ വാശിയായി, വാശി അടിയായി, അടി പകയായി, പക പ്രതികാര ചിന്തയുണ്ടാക്കി. അങ്ങനെ നാട് കുട്ടിച്ചോറായി. ചെകുത്താൻ ചിരിച്ചു. ദൈവം ദുഃഖിതനായി. എന്തു ചെയ്യും? എൻ്റെ ദേശത്തെ രക്ഷിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക? ഒടുവിൽ ദൈവം സ്വയം അവതരിച്ചു. ചെകുത്താൻ ചിരിച്ചു. അവരെൻ്റെ ആൾക്കാർ. ഒരിക്കലും അവരെ രക്ഷിക്കാനാവില്ല. അവർക്കിടയിൽ കുടുങ്ങി ദുരിതം അനുഭവിക്കേണ്ട ഈശ്വര, അവരെ വിട്ട് ദൂരെ പോയിക്കോളൂ. ദൈവം പുഞ്ചിരിച്ചു. ഇല്ല ചെകുത്താൻ, ഇല്ല. എവിടെ അധർമ്മമുണ്ടാവുന്നു അവിടെ ഞാൻ അവതരിക്കും. നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. അവർ എൻ്റെ പാതയിൽ തിരിച്ചു വരും. ദൈവം ഋഷിതുല്യനായ ഒരു വ്യക്തിയായി മാറി. ജനങ്ങൾക്കിടയിൽ അറിവിൻ്റെ വെളിച്ചം വിതറി. ജനങ്ങളിലെ നല്ല ബോധം ഉണർത്തി. നാട് നീളെ സഞ്ചരിച്ചു. ജനങ്ങളോട് സംസാരിച്ചു. ബോധവൽക്കരണത്തിലൂടെ, നല്ല സന്ദേശങ്ങൾ നൽകിയതിലൂടെ ജനങ്ങൾ നല്ലവരായി തീർന്നു. അവരുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. സന്തോഷമുള്ളവരായി അവർ വീണ്ടും ഒന്നിച്ചു. ഈശ്വരൻ്റെ മുന്നിൽ തോറ്റ ചെകുത്താൻ എളിഭനായി, വിഷണ്ണനായി, ഏകാന്തനായി നാടുവിട്ടു പോവുകയും ചെയ്തു. ഈ കഥ ഇവിടെ